ഇന്ത്യക്ക് മൊത്തത്തിൽ പ്രതിസന്ധി വരുന്ന സമയത്ത് ഒരു കൃത്യമായ ഉപാധിയുമായി തരൂർ എത്തുകയാണ്. US ഓഗസ്റ്റ് 25 മുമ്പ് വരെ വിലപേശലിന് സമയം കൊടുത്തിരിക്കുകയാണ്. റഷ്യൻ എണ്ണ വാങ്ങിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്ത്യ പുനർവിചിന്തനം നടത്തണം, അതിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ ശശി തരൂർ പറയുന്നു, അമേരിക്ക 50% താരിഫ് % അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ റെസിപ്രോക്കലായി തന്നെ, അതായത് അതിന് കണക്കിന് തന്നെ കൊടുക്കുന്ന രീതിയിൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചുകൊണ്ട് അമേരിക്കയുടെ ചരക്ക് ഉൽപ്പന്നങ്ങൾക്കും 50% തീരുവ ഏർപ്പെടുത്തണം. അങ്ങനെ വരുമ്പോൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങളും കെട്ടിക്കിടക്കും ഗോഡൌണുകളിൽ, വിറ്റഴിക്കാൻ പറ്റില്ല. ട്രംപ് തനിയെ മര്യാദ പഠിച്ചോളും. ഇന്ത്യയുടെ മാർക്കറ്റിന്റെ ശക്തി എന്താണെന്ന് അമേരിക്കയ്ക്ക് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയെ മാർക്കറ്റിന്റെ കാര്യത്തിൽ മര്യാദ പഠിപ്പിക്കാനാണ് ട്രംപിന്റെ നടപടിയെങ്കിൽ ട്രംപ് ചെവിയിൽ നുള്ളിക്കൊള്ളൂ എന്നാണ് ഇപ്പോൾ ഡോക്ടർ ശശി തരൂർ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയിൽ നിന്നുള്ള വിദേശ പ്രതിനിധി സംഘത്തെ അയച്ചുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ നടപടിയെ കൃത്യമായി വിവരിക്കാൻ ശശി തരൂറിനാണ് ആ പ്രതിനിധി സംഘത്തിന്റെ നേതൃപദവി കൊടുത്തത്. തരൂർ എന്നാൽ ട്രംപിനെ കാണാൻ കഴിഞ്ഞില്ല എന്നും വൈസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിലേക്ക് മാത്രമേ അവർ സമ്മതിച്ചുള്ളൂ എന്നും തരൂറിനെ നാണം കെടുത്തിയല്ലോ എന്നുമുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായിക്കഴിഞ്ഞിരുന്നു. അതേസമയം തരൂർ പറഞ്ഞൊരു കാര്യമുണ്ട്, താൻ തൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും എതിരഭിപ്രായം പറഞ്ഞുകൊണ്ടല്ല നരേന്ദ്രമോദി പറഞ്ഞ ഈ പദ്ധതിക്ക് മുന്നോട്ട് പോയത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതുകൊണ്ടും ഇത് ഇന്ത്യയുടെ പൊതുവായ ആവശ്യമായതുകൊണ്ടുമാണ് താൻ വിദേശ സംഘവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശക്തമായ നിലപാടെടുക്കുകയും വിദേശ പ്രതിനിധി സംഘത്തെ കൃത്യമായി തൻ്റെ ജീവിതാനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നയിക്കുകയും ചെയ്തതെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. UN അണ്ടർ സെക്രട്ടറി ജനറൽ കൂടിയായിരുന്ന തരൂർ ഇപ്പോൾ പറയുന്നത്, അമേരിക്ക ഇപ്പോൾ എടുക്കുന്ന ഈ പരിപാടിക്ക് മറുപടി കൊടുത്താൽ അവർ തളർന്നോളും, അവരുടെ എല്ലാ അഹംഭാവവും തീരും 50% താരിഫ് തിരിച്ചേർപ്പെടുത്തിയാൽ. മാത്രമല്ല, നേരത്തെ അമേരിക്കൻ പ്രസിഡന്റായ ട്രംപിനോട് ഒരു ഇന്ത്യൻ വംശജയായ മാധ്യമപ്രവർത്തക ചോദിച്ച ചോദ്യം, എന്തുകൊണ്ട് റഷ്യയിൽ നിന്നും മറ്റുള്ള മിനറൽസ്, നാച്ചുറൽ റിസോഴ്സസ്, പ്രത്യേകിച്ച് യുറേനിയം ഉൾപ്പെടെയുള്ളത് വാങ്ങുന്നു, എന്നാൽ ഇന്ത്യക്ക് വാങ്ങുമ്പോൾ എന്തിനാണ് ഇതിൽ ക്ഷോഭിക്കുന്നത്, എന്താണ് നിങ്ങൾ അക്ഷമനാവുന്നത്? ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ട്രംപിന് മിണ്ടാട്ടമില്ല. അതായത് കൃത്യമായൊരു ലോജിക്ക് ഇല്ലാതെ വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ട്രംപ് ഇവിടെ മനഃപൂർവ്വം സ്ഥിതിഗതികൾ വഷളാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന് ഉത്തരം മറ്റ് രീതികളിലേക്ക് കൊടുക്കാൻ തന്നെയാണ് ഇന്ത്യയെ തീരുമാനിച്ചിരിക്കുന്നത്. മോദിക്ക് ഒരു നാണക്കേട് ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ചും മൈ ട്രൂ ഫ്രണ്ട് എന്നൊക്കെ തട്ടിവിട്ട് വിദേശത്തുള്ള ഒരു വ്യക്തിയെ, അതും ഒരു രാജ്യ തലവനെ ട്രൂ ഫ്രണ്ട് എന്നൊക്കെ എന്തടിസ്ഥാനത്തിലാണ് വിളിച്ചത് എന്ന് നരേന്ദ്രമോദി പാർലമെന്റിൽ തന്നെ വിശദീകരിക്കണം എന്നാണ് AICC നേതൃത്വം പറഞ്ഞത്.